നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മാടക്കത്ര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPIM നേതാവുമായിരുന്ന KK സുരേന്ദ്രൻ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ സന്ദർശകർക്കായി ട്രാംപ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുന്നു. കേരളപ്പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പാൽക്കുടം ഘോഷയാത്ര നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. മാടക്കത്ര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPIM നേതാവുമായിരുന്ന KK സുരേന്ദ്രൻ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പാണ്ടിപ്പറമ്പ് സെന്ററിൽ നടന്ന അനുസ്മരണ യോഗം CPIM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPM നേതാക്കളായ PS വിനയൻ, MM അവറാച്ചൻ, സുരേഷ് ബാബു, സനൂപ്, സണ്ണി ചെന്നിക്കര, ഇന്ദിരാമോഹൻ, അശോകൻ ആലുക്കൽ, ജെയ്മി ജോർജ്, സാജൻ പോൾ, മറ്റ് CPM നേതാക്കൾ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ജനങ്ങൾക്കു വേണ്ടിയെന്നും സേവനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റായിരുന്നു KK സുരേന്ദ്രൻ എന്ന് MS പ്രദീപ് കുമാർ അഭിപ്രായപ്പെട്ടു. ഏറെക്കാലം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ ദീർഘമായ പ്രവർത്തനവും ജനകീയ ബന്ധവും ഉയർത്തിപ്പിടിച്ച നേതാവ് കൂടിയാണ്. ആ സഖാവിൻ്റെ ജ്വലിക്കുന്ന സ്മരണ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിനെയും അതിൻ്റെ മുന്നോട്ട് പോക്കിനെയും CPIMനെ സംബന്ധിച്ച് പോകാനും നയിക്കാനും ജനങ്ങളൊത്തൊരുമിച്ച് ഇതിനൊപ്പം അണിനിരത്താനും സഖാവിൻ്റെ ജ്വലിക്കുന്ന സ്മരണ നമുക്ക് അവർക്കും കരുത്തു പകരട്ടെ എന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്കുണ്ട് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് നടത്തുകയാണ്. इनकलाब जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद, CPIM जिंदाबाद, CPIM जिंदाबाद, CPIM जिंदाबाद, CPIM जिंदाबाद, फेब्रुवरी 14 जिंदाबाद, फेब्रुवरी 14 जिंदाबाद, फेब्रुवरी 14 जिंदाबाद, फेब्रुवरी 14 जिंदाबाद, KKS दिनम जिंदाबाद, KKS दिनम जिंदाबाद, KKS दिनम जिंदाबाद, KKS जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद. സഖാവ് KK സുരേന്ദ്രൻ നമ്മൾ വിട്ടുപിരിഞ്ഞ് 10 വർഷം പൂർത്തീകരിക്കുകയാണ്. CPIMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, വെള്ളാനിക്കര സഹകരണ ബാങ്ക് പ്രസിഡന്റ്, മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ നിരവധി വർഷക്കാലം പ്രസിഡന്റ്, കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവ് തുടങ്ങി CPIMനപ്പുറത്തുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് പൊതുസമൂഹവുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ഒരു നേതാവാണ് സഖാവ് സുരേന്ദ്രേട്ടൻ. സുരേന്ദ്രേട്ടൻ്റെ ഓർമ്മ തീർച്ചയായിട്ടും പുതിയ കാല പ്രവർത്തനങ്ങളിൽ, വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലാകെ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു വികസന മാതൃക ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബദൽ പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരാനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയിലേക്ക്, ഭരണ സംവിധാനത്തിലേക്ക് നാടൊന്നറങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരും സഖാക്കളും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിന് നിന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വളരെ സീനിയറായിട്ടുള്ള ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവിൻ്റെ സ്മരണ പുതിയ കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കരുത്തും ഊർജവും പകരും. ആ ജ്വലിക്കുന്ന സ്മരണകൾക്കും ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. മണ്ണുത്തി ഏരിയ കമ്മിറ്റിയിലേക്ക് അംഗവുമായ പഞ്ചായത്ത് അംഗവുമായ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ അധ്യക്ഷനായിട്ട് മാടക്കത്ര ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സംസാരിക്കുന്നുണ്ട്. 10 വർഷമായി പൊതുമണ്ഡലത്തിൽ CPIMനെ സംബന്ധിച്ച് CPIMൻ്റെ നേതാവ്, മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ ദീർഘകാല പ്രസിഡന്റ്, സ്വകാര്യ എന്നുള്ള നിലയിൽ വെള്ളാനിക്കര സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് തുടങ്ങി കർഷക പ്രസ്ഥാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ച വലിയ വ്യക്തിത്വത്തിനുടമയാണ് സുരേന്ദ്രൻ. പൊതുവിൽ മാടക്കത്ര പഞ്ചായത്തിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ CPIMും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള വിവിധ ജനവിഭാഗങ്ങളുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ബന്ധം ആ സഖാവിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും
CPM-നെ സംബന്ധിച്ച് ഒരു സഖാവിൻ്റെ സ്മരണ പുതുക്കുമ്പോൾ, ഓർമ്മ പുതുക്കുമ്പോൾ വർത്തമാനകാല രാഷ്ട്രീയത്തിനകത്ത് CPM എന്ന പാർട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേർപ്പെട്ട നമ്മുടെ സഖാക്കളുടെ ഓർമ്മ നമുക്ക് കരുത്തും പ്രചോദനവും നൽകുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സമൂഹം ഒന്നടങ്കം അതിന്റെ തുടർച്ച ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. മൂന്നാമത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം എന്നതിലേക്ക് നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഏറ്റവും ആദ്യം സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇത്തരം ചർച്ചകളൊക്കെ ഉയർന്നു വരാറ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 10 വർഷമായി പ്രതിപക്ഷത്തിലിരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ചില സ്വകാര്യ സർവേ ഏജൻസികൾ ഇപ്പൊ മോഡി അധികാരത്തിലെത്തുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട റോൾ വഹിച്ച സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ സ്വകാര്യ ഏജൻസിയെ വലിയ തുക കൊടുത്തുകൊണ്ട് കോൺഗ്രസ് കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ ഘടനയ്ക്കകത്ത് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ വേണ്ടി എന്ത് നടപ്പിലാക്കണമെന്നതിനെ സംബന്ധിച്ചൊരു സർവേ റിപ്പോർട്ട് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചു. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ സന്ദർശകർക്കായി ട്രാം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. വ്യത്യസ്തങ്ങളായ 24 ആവാസ ഇടങ്ങളും മാൻ സഫാരിയും ഉൾപ്പെടെ 336 ഏക്കറാണ് സുവോളജിക്കൽ പാർക്കിന്റെ വിസ്തൃതി. സന്ദർശകർക്ക് സൗകര്യപൂർവ്വം കാഴ്ചാനുഭവങ്ങൾ ഉണ്ടാകാൻ ട്രാം സംവിധാനം ആവശ്യമാണ്. പ്രസിദ്ധ ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായ ജോൺ കോ തൃശൂർ സുവോളജിക്കൽ പാർക്കിനു വേണ്ടി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ട്രാം സൗകര്യം, അതിനായുള്ള ട്രാംവേ, ട്രാം സ്റ്റേഷൻ എന്നിവ രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരം സൗകര്യങ്ങൾ ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല. സമയക്കുറവോ പണക്കുറവോ അല്ല പ്രധാന കാരണം. പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ച് 13 വർഷങ്ങൾ പിന്നിടുന്നു. ആരംഭ സമയത്ത് 2012 പാർക്കിന്റെ നിർമ്മാണത്തിനുള്ള തുക 151 കോടിയായിരുന്നു. 2019 പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം 360 കോടിയുടെ കിഫ്ബി പ്രോജക്റ്റായി ഇതിനെ അംഗീകരിച്ചു. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരണത്തിൽ തൃശൂർ സുവോളജിക്കൽ പാർക്കിന് 512 കോടി രൂപ ചിലവഴിച്ചു എന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത്. സുവോളജിക്കൽ പാർക്കിനെ സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായാണ് കണക്കാക്കുന്നത്. ഇത്രയേറെ സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും സന്ദർശകർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ട്രാം ഏർപ്പെടുത്താത്തത് അപാകതയാണ്. 2 KSRTC ബസ്സുകൾ സർക്കുലർ സർവീസ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഡിസൈൻഡ് ട്രാമിൽ സഞ്ചരിച്ചാൽ ലഭിക്കുന്ന സന്ദർശന അനുഭവമായിരിക്കില്ല ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ. ബസ്സുകൾ ഒരിക്കലും ഡിസൈൻഡ് ട്രാമിന് പകരമായി കണക്കാക്കാനാകില്ല. കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വൃദ്ധജനങ്ങൾ എന്നിവർക്കും സുവോളജിക്കൽ പാർക്ക് സന്ദർശിക്കാൻ സാധിക്കുന്ന വിധം ഡിസൈൻഡ് ട്രാം സംവിധാനം എത്രയും പെട്ടെന്ന് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സുവോളജിക്കൽ പാർക്ക് അധികൃതർക്ക് ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M. പീതാംബരൻ മാസ്റ്റർ ശ്രദ്ധ ക്ഷണിക്കൽ കത്ത് നൽകി. ജനങ്ങളോട് പ്രതിബദ്ധതയോ കരുണയോ ഇല്ലാത്ത സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ചികിത്സ ബഹിഷ്കരിച്ച് ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് സമരം തുടങ്ങിയിട്ട് ദിവസങ്ങളേറെ കഴിഞ്ഞു. ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ ആരോഗ്യമന്ത്രിയും വകുപ്പും തുടരുന്ന നിഷ്ക്രിയത്വം പാവപ്പെട്ട രോഗികളോടുള്ള വെല്ലുവിളിയാണ്. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് യുവതിയുടെ വയറിനകത്ത് മറന്നുവെച്ച കത്രിക 2-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കണ്ടെത്തി പുറത്തെടുത്തത് മാത്രമാണ് ആരോഗ്യമേഖലയിലെ നേട്ടം. ആരോഗ്യമേഖല കുത്തഴിഞ്ഞു കിടക്കുന്നു. അടിയന്തര പ്രാധാന്യമുള്ള ശസ്ത്രക്രിയകൾ നടക്കാത്തതിനാൽ രോഗികൾ ദുരിതത്തിലാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്ത് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷനായി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, ജോസഫ് ചാലിശ്ശേരി, K. അജിത് കുമാർ, NA സാബു, ജിജോ കുര്യൻ, ഷാഹിദ റഹ്മാൻ, NR സതീശൻ, PJ രാജു, K. നാരായണൻകുട്ടി, KK ഹംസക്കുട്ടി, ഉമ്മർ ചെറുവായിൽ, സുരേഷ് അവണൂർ, ജയൻ മംഗലം, MA ജെയ്സൺ മാസ്റ്റർ, PV ബിജു, സത്താർ ആദൂർ, PS രാധാകൃഷ്ണൻ, മുസ്തഫ ദേശമംഗലം, ഫിലിപ്പ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ, ശ്രീ പിണറായി വിജയൻ ഇതിനൊരു അറുതി വരുത്താൻ എന്തെങ്കിലും രീതിയിൽ ഇടപെടുന്നു. അത്തരത്തിൽ ഇടപെടാൻ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും. കേരളത്തിന്റെ ഖജനാവ് കാലിയായിരിക്കും.
എല്ലാ രംഗത്തും അമിതമായ സാമ്പത്തിക ബാധ്യത കൊണ്ട് സർക്കാർ വീർപ്പുമുട്ടുന്ന രീതിയിലേക്ക് പോകുകയാണ്. ഡോക്ടർമാരുടെ പ്രശ്നം ഒത്തുതീർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ശമ്പള കുടിശ്ശിക, അതുപോലെ തന്നെ ആ DNS അലവൻസിന്റെ കുടിശ്ശിക തുടങ്ങി എല്ലാ കാര്യങ്ങളിലും കുടിശ്ശിക തീർക്കാൻ തന്നെ കോടിക്കണക്കിന് രൂപ വേണം. അപ്പൊ അത്തരത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സർക്കാർ എങ്ങനെയാണ് ഇവരുടെ സമരത്തിന് ഒരു അറുതി വരുത്തുക? ഈ സമരത്തിന് അറുതി വരുത്താൻ സാധിച്ചില്ലെങ്കിൽ പാവപ്പെട്ട രോഗികളാണ് ഇതിന്റെ പേരിൽ മരണപ്പെടുക എന്നുള്ളത് സത്യമാണ്. ഇത്തരത്തിൽ ഇവരെ ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ നാളെ നടക്കാൻ പോകുന്നത് കേരളത്തിന്റെ തെരുവോരങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള പാവപ്പെട്ട രോഗികൾ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയിലേക്ക് ഈ കേരളം കടന്നു പോകുമെന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലായി ഇവിടെ നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന്റെ അത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ അംഗവും കൂടിയായ മുൻ അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഭാരവാഹികളും സഹപ്രവർത്തകരും ഇത്തരത്തിലുള്ള ഒരു ഉപവാസ സമരത്തിലേക്ക് കടന്നു വന്നത്. ഈ ഉപവാസ സമരം എന്ന് പറയുന്നത് ഇതിന്റെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ കണ്ണു തുറന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കി ഇവിടെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ കിട്ടാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ആവശ്യം. ആ ആവശ്യം നേടിയെടുക്കുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം ഇത്തരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഈ ഉപവാസ സമരം. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുന്നു. തട്ടകദേശക്കാർ ഉത്സാഹത്തെമർപ്പിലാണ്. പൂരത്തോടനുബന്ധിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ട് വർണ്ണാഭമായി. കേരളപ്പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പാൽക്കുടം ഘോഷയാത്ര നടന്നു. ചൊവ്വാഴ്ച രാവിലെ അടിവാരം കോയിൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച്
നിരവധി പേർ പാൽക്കുടം തലയിലേറ്റി ചടങ്ങിൽ പങ്കെടുത്തു. പ്രദക്ഷിണമായി ക്ഷേത്രത്തിലെത്തി പാലഭിഷേകം നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഖണ്ഡികാവരവും തുടർന്ന് കൊടിയേറ്റവും നടക്കും. ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് 6-ന് കലാപരിപാടികളുണ്ട്. ഫെബ്രുവരി 28 ശനിയാഴ്ചയാണ് പൂയവും പ്രതിഷ്ഠാദിനവും. ക്ഷേത്രാചാര ചടങ്ങുകൾക്കു ശേഷം വിവിധ ദേശങ്ങളിൽ നിന്ന് വാദ്യമേളങ്ങളോടെ കാവടി വരവ്, ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കൽ, ഘോഷയാത്രകൾ, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. മാർച്ച് 1-ന് രാത്രി 7:30 മുതൽ 10 വരെ പള്ളിവേട്ട. മാർച്ച് 2 രാവിലെ 7:30 ആറാട്ട്. രാവിലെ 10-ന് ആറാട്ടുകഞ്ഞി വിതരണം. ഉച്ചയ്ക്ക് 12:30-ന് കൊടിയിറക്കത്തോടെ ചടങ്ങുകൾ സമാപിക്കും. ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര, മേൽശാന്തി MR സഹദേവൻ, അടിവാരം ഗണപതി കോവിൽ മേൽശാന്തി കണ്ണൻ ചന്ദനക്കുന്ന് എന്നിവർ കാർമ്മികരാകും. പുത്തൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി മെൻസ്ട്രൽ കപ്പ് വിതരണം സംഘടിപ്പിച്ചു. വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമസഭകൾ വഴി ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് വനിതകൾക്കായി മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക സനീഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് PS എന്നിവർ സംസാരിച്ചു. മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗ രീതികളും ഗുണങ്ങളും എന്തെല്ലാമെന്നും ഡോക്ടർ സൗമ്യ മോഹൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആരോഗ്യ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെ 25-26 സാമ്പത്തിക വർഷത്തെ മെൻസ്ട്രൽ കപ്പിന്റെ വിതരണ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ സാനിറ്ററി നാപ്കിനുകളുടെ ഉപയോഗം കൊണ്ട് അതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ അതിൻ്റെ എന്താ പറയുക, ആ നാപ്കിനുകൾ നമ്മൾ കത്തിച്ച് കളയാനോ അതല്ലെങ്കിൽ കുഴിച്ചിടാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ വേസ്റ്റ് നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ
വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ മറ്റൊന്ന് നമ്മൾ തുണികൾ കഴുകി ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് നാപ്കിനുകൾ കഴുകി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റി ഒരു പ്രകൃതിയുമായി എന്താ വെച്ചാൽ ആ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ഇത് നമുക്ക് എന്തായാലും ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉപകരണം നമുക്ക് മെൻസ്ട്രുവൽ കപ്പ് എന്ന രീതിയിൽ എത്തിച്ചു തന്നിട്ടുള്ളത്. അതിൻ്റെ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പലരും അത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ആദ്യമൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെങ്ങനെ എന്താ പ്രശ്നങ്ങളുണ്ടാവുമോ അല്ലെങ്കിൽ അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നൊക്കെ വലിയൊരു ആശങ്കയിലായിരുന്നു എല്ലാവരും. അതേസമയം ഇപ്പോൾ കുട്ടികളടക്കം മറ്റേത് വിവാഹം കഴിഞ്ഞവരാണ് ഇത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളടക്കം ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളതാണ്. വളരെ ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലാ മഹല്ല് ജമാഅത്ത് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലിയെ കേരള സംസ്ഥാന വഖഫ് ബോർഡ് അംഗമായി നോമിനേറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് ജില്ലാ മഹല്ല് അസോസിയേഷൻ പ്രസിഡന്റ് PM അബ്ദു ഹാജി. അസോസിയേഷന്റെ നേതൃത്വത്തിൽ PU അലിക്ക് നൽകിയ അനുമോദന യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു.
പുതിയ കാലത്ത് വഖഫ് ബോർഡ് മെമ്പർമാർക്കേറെ ഉത്തരവാദിത്വങ്ങളാണ് നിർവഹിക്കാനുള്ളത്. തൃശൂർ പേൾ റീജൻസി ഹോട്ടലിൽ നടന്ന ചടങ്ങ് അബൂബക്കർ പുന്നിയൂർക്കുളം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികളായ അഷ്റഫ് ഒളരി, പി മുഹമ്മദ് ബാബു, ജലാൽ ഹാജി, അഡ്വക്കേറ്റ് ഷാജഹാൻ, പി കെ ജാഫർ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ വഖഫ് ബോർഡ് മെമ്പറായി തനിക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മറുപടി പ്രസംഗത്തിൽ അലി ആവശ്യപ്പെട്ടു. വിപുലമായ ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 10-12 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി മോട്ടിവേഷൻ ക്ലാസ് ട്രാൻക്വയിൽ സ്ട്രെസ്ലെസ് സ്കോർ മോർ GMVHSS ഫോർ ഗേൾസ് തൃശൂരിൽ വെച്ച് നടന്നു. ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ സ്വാഗതം ആശംസിച്ചു. ലൈസ പോൾ ക്ലാസ് നയിച്ചു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വില്ലി ജിജോ, കരോളി ജോഷുവ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രവീൺ ലാൽ, ഷാരി കിഷോർ കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. യോഗത്തിന് URC പ്രതിനിധി ഉണ്ണികൃഷ്ണൻ നന്ദി അറിയിച്ചു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ സുശക്തി സംഘങ്ങൾ, സ്വാശ്രയ കൂട്ടായ്മകൾ രൂപീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കിയുള്ള ഏറ്റവും ബൃഹത്തായ ജനകീയ സംരംഭമാണ് സുശക്തി സംഘങ്ങൾ, സ്വാശ്രയ കൂട്ടായ്മകൾ നിലവിൽ വരുന്നത്. 2025 സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം കേരള സംസ്ഥാന ഭിന്നശേഷി ശാക്തീകരണ ദൌത്യം രൂപീകരിക്കാനായി സർക്കാർ നിശ്ചയിച്ച 9 പ്രഥമ അംഗങ്ങളുടെ യോഗം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന മിഷൻ ഉടൻ രജിസ്റ്റർ ചെയ്യും. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ചട്ടങ്ങളും റെഗുലേഷനുകളും മന്ത്രിസഭ അംഗീകരിക്കുന്ന മുറയ്ക്ക് രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാകും. സംസ്ഥാനതല സംഘം രജിസ്റ്റർ ചെയ്യുന്നതോടെ കീഴ്ഘടകങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ മാതൃകാ ബയലോ പ്രസിദ്ധീകരിക്കും. സുശക്തി യൂണിറ്റുകൾ, പഞ്ചായത്ത്, നഗരസഭ, മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലുള്ള ലോക്കൽ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ, ജില്ലാതല മിഷനുകൾ, സംസ്ഥാനതല മിഷൻ എന്നിവയാണ് സംഘടനാ സംവിധാനം. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ ഏബിൾ പോയിന്റ് എറണാകുളത്ത് കാക്കനാട് സജ്ജമായിരിക്കുകയാണ്. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം പോലുള്ള ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന 100 ഏബിൾ പോയിന്റ് ഔട്ട്ലെറ്റുകളുടെ പദ്ധതിയാണ് തുടക്കം കുറിക്കപ്പെടുന്നത്. ആദ്യ ഔട്ട്ലെറ്റാണ് കാക്കനാട് ഒരുങ്ങിയിരിക്കുന്നത്. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ഖാദി ബോർഡും ചേർന്നാണ് ഏബിൾ പോയിന്റ് എന്ന ആശയം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷിക്കാർ മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഇൻക്ലൂസീവ് ക്ലൗഡ് കിച്ചൺ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിക്കുകയാണ്. കാക്കനാട് ഗാന്ധി പാർക്കിന് സമീപമാണ് ആദ്യത്തെ ഏബിൾ പോയിന്റ് തുടങ്ങുന്നത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ആദ്യ ഇടം ഏബിൾ പോയിൻ്റാണ് ഇത്. ഈ മാസം തന്നെ ആദ്യ ഏബിൾ പോയിൻ്റ് ഔട്ട്ലെറ്റ് തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന 100 ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയാണ് കേരളത്തിലുടനീളം സ്ഥാപിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് തീരുമാനിച്ചിരുന്നത്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രത്യേക താൽപ്പര്യമെടുത്താണ് ഇന്ത്യയിൽ ആദ്യമായി ഭിന്നശേഷിക്കാർക്കും ന്യൂറോ ഡൈവേർജൻ്റ് അവസ്ഥയിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കും വേണ്ടി ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന പദ്ധതിയാണ് ഏബിൾ പോയിന്റ് എന്ന പേരിൽ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുവഴി ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ സാമൂഹ്യ ഉൾച്ചേർക്കലും സാമ്പത്തിക ശാക്തീകരണവും ഉറപ്പിക്കാനാണ് പദ്ധതി. ഖാദി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കരകൗശല തൊഴിലാളികൾ, നെയ്ത്തുകാർ, സ്ത്രീകൾ നയിക്കുന്ന കുടിൽ വ്യവസായങ്ങൾ എന്നിവയ്ക്കായുള്ള സുസ്ഥിര വിപണന ശൃംഖല ഇതിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്യും. ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങൾ, ജില്ലാ ഭരണകൂടത്തിൻ്റെ കേന്ദ്ര ഓഫീസുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജില്ലാ താലൂക്ക് ആശുപത്രി പരിസരങ്ങൾ, പാർക്കുകൾ എന്നിവിടങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളാണ് ഏബിൾ പോയിന്റ് വിൽപ്പനശാലകൾക്കായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രമുഖ ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിലും
സമാനമായ യൂണിറ്റുകൾ ഇതിന് തുടർച്ചയായി തുടങ്ങും. പ്രതിമാസം 15,000 രൂപയിൽ കുറയാത്ത വേതനം ഗുണഭോക്താക്കൾക്ക് ഉറപ്പിക്കാനാകുന്ന വിധത്തിലാണ് ഓരോ ഏബിൾ പോയിന്റുകളും ആസൂത്രണം. ശിവപുരാണത്തിൽ പ്രതിപാദിക്കുന്ന 108 ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് മടങ്ങിയെത്തിയ കണ്ണാറ ചീനിക്കടവ് സ്വദേശി റാനിഷിന് പീച്ചി മഹാഗണപതി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. കാൽനടയായാണ് എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിച്ചത്. പീച്ചി ക്ഷേത്രം സെക്രട്ടറി പ്രദീപ് മാലയിട്ട് സ്വീകരിച്ചു. കൺവീനർ സുരേഷ് അഭിനന്ദനങ്ങൾ നൽകി. വിലങ്ങന്നൂർ മെമ്പർ ആര്യ ശരത് പൊന്നാടയണിയിച്ചു. ശിവരാജ്, ചന്ദ്രൻ നാങ്ങൂർ, തിലകൻ, കുഞ്ഞൻ, മോഹനൻ എന്നിവർ പങ്കെടുത്തു. ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരശുരാമനാൽ നിർമ്മിതമായിട്ടുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ പദയാത്ര നടത്തിക്കൊണ്ട് ഏകദേശം 3000 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായിട്ടുള്ള റാനേഷിന് എല്ലാവിധ ആശംസകളും. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രയാണം കന്യാകുമാരി മുതൽ കാശ്മീർ, അതായത് ശങ്കരപീഠം വരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനയും അദ്ദേഹത്തോടൊപ്പം ഈ നാടിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും ഉണ്ടാവും എന്ന് മാത്രം ഈ അവസരത്തിൽ അറിയുന്നു. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ പുരുഷ വനിതാ വിഭാഗം കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 25-26 തീയതികളിൽ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർവകലാശാലയിലെ 60 കോളേജുകളാണ് മത്സരത്തിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മത്സരങ്ങൾ രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെയാണ്. മത്സരങ്ങൾ 10:30 തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പാൾ ഡോക്ടർ വിജോയ് PS അധ്യക്ഷനാകും. ദി വേൾഡ് ഷോട്ടോകാൻ കരാട്ടെ ഫെഡറേഷൻ ആദ്യമായാണ് പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ PSB ജോയ്, രാജേഷ് മാധവൻ, ഇബ്രാഹിം ചാലിയത്ത്, K. സുധേവ് എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകൾ തുടരുന്നു. കേരളം തുടരും മാനവിക കലാജാഥ പര്യടനത്തിന് പട്ടിക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. കേരള NGO യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും സർഗവേദി കലാകായിക സമിതിയുടെയും നേതൃത്വത്തിൽ ഒല്ലൂർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള കലാജാഥയ്ക്ക് പട്ടിക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. സ്വാഗത സംഘം ചെയർമാൻ CITU ഏരിയ സെക്രട്ടറി KR രവി, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു,
ജില്ലാ പ്രസിഡന്റ് OP ബിജോയ്, സർഗവേദി കലാകായിക സമിതി ജില്ലാ കൺവീനർ സുനീഷ് P, ജില്ലാ വൈസ് പ്രസിഡന്റ് V വിമോദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK റസിയ, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി P പ്രിയ, ഏരിയ പ്രസിഡന്റ് ബെന്നി PJ, CPM പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനു പുതിയമഠം, പഞ്ചായത്ത് അംഗം സാവിത്രി സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. LED വാൾ പ്രദർശനവും സർഗവേദി കലാകാരന്മാർ പങ്കെടുത്ത വിവിധ കലാപ്രകടനങ്ങളും നടന്നു. അങ്ങനെ പേടിച്ച ജീവിക്കാൻ പറ്റും മാലതി. മാലതി, നീ ഇത് കണ്ടോ? ഇതൊക്കെ ഒരു പത്രം. ഇത് എന്തൊക്കെ ഇതിൽ എഴുതിയിരിക്കുന്നത്? ഹീമസിന്റെ ചെന്നായ്ക്കള് യുദ്ധക്കളം സൃഷ്ടിക്കുന്നു, അതിഭീകരമരുന്ന് നയറവേട്ടയാണെന്ന്, 2 പള്ളികളിലെ കമ്മ്യൂണിസ്റ്റുകാർ കയ്യേറിയെന്ന്. നുണ, പച്ച നുണ, മാറിയ നുണകൾ നാടറിയുന്ന ശബ്ദത്തിൽ വിളിച്ചു പറയുന്നതിന്റെ പേരാണോ മാധ്യമ പ്രവർത്തനം? നമ്മൾ ഇന്ന് നിശബ്ദരായാൽ നാളെ എല്ലാ പത്രങ്ങളും ഇത് തന്നെ എഴുതും. അതുകൊണ്ട് തോറ്റോടെ മാധവി, നിങ്ങൾക്കിത് പരിപാടിക്ക് പോണ്ടേ? ഇന്നില്ല, നാളെയാ. ഇന്ന് തന്നെ പുറപ്പെടണം. KT മുഹമ്മദിന്റെ നാടകം ഇത് ഭൂമിയാണ്. ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും സാമൂഹ്യ ഇടങ്ങൾ എന്ന വിഷയത്തെ മുൻനിർത്തി തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ഫെബ്രുവരി 26, 27 തീയതികളിൽ സെമിനാർ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ന് നടക്കുന്ന സെഷനിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ മുൻ അധ്യാപകൻ ഡോക്ടർ AK രാമകൃഷ്ണൻ, കോട്ടയത്തെ മഹാത്മാഗാന്ധി സർവകലാശാല അധ്യാപകൻ ഡോക്ടർ MH ഇലിയാസ്, കേരളത്തിൽ ദളിതരുടെ പോരാട്ട ശബ്ദങ്ങളിലൊന്നായ ഡോക്ടർ TS ശ്യാംകുമാർ എന്നിവർ പങ്കെടുക്കും. 27-ന് നടക്കുന്ന സെഷനിൽ പ്രസിദ്ധ എഴുത്തുകാരനും സാമൂഹ്യ ചിന്തകനുമായ KEN, കണ്ണൂർ സർവകലാശാലയിലെ ചരിത്ര അധ്യാപിക ഡോക്ടർ മാളവിക ബിന്നി, ഫാദർ പോൾ തേലക്കാട്ട് എന്നിവർ അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ PN ഗോപികൃഷ്ണൻ, KL ജോസ്, ഇസലാഹുദ്ദീൻ, രഹന P ആനന്ദ്, M ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു. പറവകൾക്ക് സ്നേഹത്തണ്ണീർക്കുടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. താണിക്കുടം പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പറവകൾക്ക് സ്നേഹത്തണ്ണീർക്കുടം പദ്ധതിയുടെ ഭാഗമായി സെന്ററിൽ വെച്ച് നടത്തിയ സ്നേഹത്തണ്ണീർക്കുടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ വിജയകുമാർ നിർവഹിച്ചു. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് വലിയ നന്മയാണെന്നും പക്ഷികളെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ കടമയാണെന്നും വിജയകുമാർ പറഞ്ഞു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ഏരിയ കോർഡിനേറ്റർ ശ്രീജിത്ത് പെരിങ്ങാവ് അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് ബ്രോഷർ കൈമാറ്റം നടത്തി. ഡോക്ടർ സീനിയ CA, ഷീല വിശ്വനാഥൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. 2011-ൽ പ്രകൃതി സംരക്ഷണ സംഘം തുടക്കം കുറിച്ച പദ്ധതിയുടെ നന്മ മനസ്സിലാക്കിയ മനുഷ്യസ്നേഹികൾ ഒന്നടങ്കം പദ്ധതി ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദേശീയപാതയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞു. വാണിയമ്പാറ മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാത വാണിയമ്പാറയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞു. നെന്മാറ സ്വദേശിക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. പാലക്കാട് ഭാഗത്തേക്ക് പോരുന്ന കാർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. വാഹനത്തിന് തീപിടിക്കാനുള്ള സാധ്യത കണ്ടതോടെ പ്രദേശവാസികളും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചു. ഇതോടെ വലിയ അപകടമാണ് ഒഴിവായത്. പ്രദേശത്ത് സമാനമായ രീതിയിൽ നടക്കുന്ന 7ാമത്തെ അപകടമാണിത്. റോഡരികിൽ അലക്ഷ്യമായി കോൺക്രീറ്റ് ഗർഡറുകൾ ഇറക്കി വെച്ചതാണ് അപകട കാരണം. വാണിയമ്പാറ മുതൽ പന്തലംപാടം വരെ 2 കിലോമീറ്റർ നീളത്തിൽ റോഡിലെ സ്പീഡ് ട്രാക്കിലാണ് ഗർഡറുകൾ ഇറക്കി വെച്ചിട്ടുള്ളത്. മേഖലയിൽ നിർമ്മാണം 1 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. നിർമ്മാണ സമയത്ത് മാത്രമേ ദേശീയപാതയോരത്ത് നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കാവൂ എന്നാണ് നിയമം. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് നിർമ്മാണ കമ്പനി അധികൃതരുടെ പ്രവർത്തനം. പീച്ചി പൊടിപ്പാറ വള്ളാംകൊട്ട് കുര്യാക്കോ ഭാര്യ മേരി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം പീച്ചി ലൂർദ് മാതാ പള്ളിയിൽ നടന്നു. സെലിൻ, ആന്റണി, പരേതിയായ ലാലി എന്നിവർ മക്കളാണ്.
ആൽപ്പാറ ചുള്ളിവളപ്പിൽ കൃഷ്ണൻ മകൻ സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം വടൂക്കര ശ്രീനാരായണ ശ്മശാനത്തിൽ നടന്നു. വസന്തയാണ് ഭാര്യ. പ്രീത മകളും മോഹൻദാസ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടക്കത്ര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPIM നേതാവുമായിരുന്ന KK സുരേന്ദ്രൻ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ സന്ദർശകർക്കായി ട്രാം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുന്നു. കേരളപ്പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പാൽക്കുടം ഘോഷയാത്ര നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.